ഈ പാട്ട് കേൾക്കാത്തവരായിട്ടും ഡോക്ടർ രവി തരകൻ എന്നുള്ള പേര് ഓർക്കാത്തവരായിട്ടും മലയാളത്തിലെ ആൾക്കാർ കുറവായിരിക്കും. സിവിൽസ് ത്രൂ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിൽ നമ്മളിന്ന് അയാളും ഞാനും തമ്മിൽ എന്നുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഫിലിമാണ് ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 2012 പുറത്തിറങ്ങിയ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആണ്. ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ എത്തിക്സ് പേപ്പറിലെ ഒരുപാട് ടോപ്പിക്സ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിനിമയുടെ ഒരു കഥയൊന്ന് പരിശോധിക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നഗരത്തിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഒരു സീനാണ്. ഡോക്ടർ രവി തരകൻ അവിടെ വർക്ക് ചെയ്യാണ്. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയെ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛന് ഈ ഓപ്പറേഷനോട് വലിയ താല്പര്യക്കുറവുണ്ട്. പക്ഷേ രവി തരകൻ ഈ സർജറിക്ക് പെൺകുട്ടിയെ വിധേയമാക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി മരണപ്പെടുന്നു. അപ്പോൾ ഈ കുട്ടി മരിക്കുന്ന സമയത്ത് ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ആരോപിച്ച് ഈ കുട്ടിയുടെ അച്ഛനും മറ്റു ചില പ്രാദേശിക രാഷ്ട്രീയക്കാരും ചേർന്ന് ഹോസ്പിറ്റലിനെ ആക്രമിക്കുന്നു. രവി തരകൻ അവിടെ നിന്ന് കാണാതാവുന്നു. ഇതാണ് സിനിമയുടെ തുടക്കം. നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ഫ്രാറ്റേണിറ്റിക്കെതിരെയുള്ള ആക്രമണം. കേരളത്തിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 22 വയസ്സുള്ള വന്ദനാദാസ് എന്നറിയപ്പെടുന്ന ഒരു യുവ ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവർ ആക്രമിച്ചിരുന്നത് ഒരു ഡ്രഗ് എഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ രവി തരകൻ എങ്ങോട്ട് പോയി, അദ്ദേഹം എവിടെയാണ്, ഇതാണ് അടുത്ത ഒരു സസ്പെൻസ് ആയിട്ടുള്ള കാര്യം. രവി തരകൻ്റെ പേര് മെഡിക്കൽ നെഗ്ലിജൻസുമായിട്ട് ഉയർന്നു വന്നതിനാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രവി തരകനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് സിനിമയെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ ചെയർമാൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ദിയ എന്നുള്ളൊരു പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് നമ്മുടെ നായകനായിട്ടുള്ള പൃഥ്വിരാജിനോട് ഈ ഡോക്ടറോട് ഒരു അടുപ്പമൊക്കെ ഉണ്ട്. ഈ പെൺകുട്ടിയോട് മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഡോക്ടറാണ്. നമ്മുടെ എത്തിക്സിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അപ്ലൈഡ് എത്തിക്സിൽ നമുക്ക് മെഡിക്കൽ എത്തിക്സ് എന്നുള്ളൊരു ടോപ്പിക് തന്നെയുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ എത്തിക്സും മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന 4 പില്ലേഴ്സിനെ കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റിനെ ഒന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ എത്തിക്സിൻ്റെ ഏതെങ്കിലും ഫൗണ്ടേഷനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഈ 4 പ്രിൻസിപ്പിൾസ് നോൺ മാലിഫിസൻസ്, ബെനിഫിസൻസ്, ഓട്ടോണമി ആൻഡ് ജസ്റ്റിസ് എന്നിവയാണ്. ഇതിൽ നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രവി തരകൻ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കത് സിനിമയുടെ 2ാം ഭാഗത്തിലേക്ക്, അതിൻ്റെ ഒരു അവസാന പാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഈ രവി തരകൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് സിനിമയുടെ ക്യാമറ ചലിക്കുന്നത്. ഈ ദിയ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു ഡോക്ടറെ ചെന്ന് കാണുന്നു. ഈ ഡോക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിനിമാ നടനായിട്ടുള്ള നരയനാണ്. ഈ നരയനിൽ നിന്നാണ് രവി തരകൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നത്. സിനിമ ശരിക്കും ആരംഭിക്കുന്നത് അവിടെയാണ്. രവി തരകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള നരയനും ഒക്കെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് പഠിക്കുന്ന ചെറുപ്പക്കാരാണ് ഇവർ. പക്ഷേ ഒരു ഡോക്ടർക്ക് വേണ്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതാണ് വാസ്തവം. എസ്പെഷ്യലി നമ്മുടെ രവി തരകന് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ഒരു വൈദഗ്ധ്യത്തെയാണ്, എക്സ്പെർട്ടീസിനെയാണ്, സ്കില്ലിനെയാണ്, ടാലൻറ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മലയാളത്തിൽ അഭിരുചി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ആവാനുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വട്ടപൂജയാണ്. അദ്ദേഹത്തിന് പല മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം അങ്ങനെ കളിയും ചിരിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്രണയം സംഭവിക്കുന്നുണ്ട്. സൈനബ എന്നറിയപ്പെടുന്ന മറ്റൊരു ഡോക്ടറായിട്ട് പഠിക്കുന്നൊരു പെൺകുട്ടി, സംവൃത സുനിലാണ് ഈ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രണയം സൗഹൃദമൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ മുന്നോട്ട് പോകുന്നു. ഈ പഠനത്തിന് ശേഷം വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവർക്ക് ഇതേ ഹോസ്പിറ്റലിൽ 5 ലക്ഷം രൂപ നൽകി പ്രവേശിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ ചെന്ന് ഒരു മെഡിക്കൽ ഇൻറ്റേൺഷിപ്പിലൂടെ ഇവർ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രവി തരകൻ്റെ സുഹൃത്തായിട്ടുള്ള നരയൻ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു, അദ്ദേഹം ഡോക്ടറായിട്ട് പ്രവേശിക്കുന്നു. പൃഥ്വിരാജ് ഡോക്ടർ രവി തരകൻ ഈ പൈസയ്ക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് സംസാരിക്കുമ്പോൾ പിതാവ് അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സിലബസിൽ വാല്യൂ ഇൻകൾക്കേഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട്. ഈ വാല്യൂ ഇൻകൾക്കേഷനിൽ എങ്ങനെയാണ് പാരൻറ്റിങ് വരുന്നത്,
നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ആഴ്ന്ന് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഈ ഒരു പ്രൊഫഷനോടുള്ള ഒരു സമീപനം, ഒരു ആപ്റ്റിറ്റ്യൂഡ് കുറവ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാകാം ചിലപ്പോൾ പിതാവ് അങ്ങനെ പൈസ കൊടുക്കാനായിട്ട് വിസമ്മതിക്കുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ മൂന്നാറിലുള്ള റിഡംഷൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. റിഡംഷൻ എന്നുള്ള വാക്കിന് മലയാളത്തിലുള്ള അർത്ഥം വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. ഇതൊരു വളരെ സിംബോളിക്കായിട്ടുള്ള പേര് തന്നെയാണ്. മൂന്നാറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു തണുത്ത പശ്ചാത്തലത്തിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് രവി തരകൻ എന്നുള്ള വ്യക്തിയുടെ സോളിനെ അദ്ദേഹം തന്നെ വീണ്ടെടുക്കുന്നത്. ഈ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഡോക്ടർ സാമുവൽസ് എന്നറിയപ്പെടുന്ന ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഡോക്ടർ സാമുവൽസിൻ്റെ കീഴിലാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇങ്ങനെ പുരോഗമിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ ഹോസ്പിറ്റലിലെ ജീവിതവും അവിടെയുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷനൊന്നും ഡോക്ടർ രവി തരകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് അത്രത്തോളം ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സൈനബ എന്നറിയപ്പെടുന്ന തൻ്റെ സുഹൃത്തിൻ്റെ കല്യാണാലോചനകൾ വീട്ടിൽ വരുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ പ്രണയമാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട ലവറെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഈ സിനിമയിൽ കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ഈ ASI ആയിട്ട് അഭിനയിച്ചിട്ടുള്ള മണിച്ചേട്ടനും പൃഥ്വിരാജും തമ്മിൽ ഒരു ചെറിയൊരു കോൺഫ്രണ്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ കലാഭവൻ മണിച്ചേട്ടൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഈ ASI ഒരു ഡ്യൂട്ടി എത്തിക്സ് പാലിക്കുന്നൊരു വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. കാരണം അദ്ദേഹം കുറേ കൂടി ഹരാസിംഗ് ആയിട്ടുള്ള രീതിയിൽ അരഗൻ്റ് ആയിട്ടൊക്കെയാണ് അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പൃഥ്വിരാജുമായിട്ട് സംഭവിച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്രണ്ടേഷൻ. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. പിന്നീട് തന്നോട് മോശമായിട്ട് പെരുമാറിയ ASIക്കെതിരെ പരാതി കൊടുക്കുന്നു. ഈ പരാതിയുടെ പുറത്ത് കലാഭവമണിക്കെതിരെ ആക്ഷൻ വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ തൻ്റെ ലവറായിട്ടുള്ള സൈനബിയെ കല്യാണം കഴിക്കാനായിട്ട് ഡോക്ടർ രവി തരകൻ കൊച്ചിയിലേക്ക് ധൃതിപ്പെട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം, അല്ലെങ്കിൽ സൈനബിയുടെ കല്യാണം അല്ലെങ്കിൽ നിക്കാഹ് വേറൊരു വ്യക്തിയായിട്ട് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ടെൻസ്ഡായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്താണ് താൻ മൂലം നിയമ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ള ASI ആയിട്ടുള്ള മണിച്ചേട്ടനെ കാണുന്നു, പോലീസ് ഓഫീസറെ കാണുന്നു. ഇത് കാണുമ്പോൾ ഈ പോലീസ് ഓഫീസർ എന്ത് ചെയ്യുന്നു, തനിക്കെതിരെ പരാതി നൽകിയതിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയാൽ എന്ത് ചെയ്യുന്നു, പൃഥ്വിരാജിനോട് മോശമായിട്ട് പെരുമാറുന്നു. എന്ന് മാത്രമല്ല, പൃഥ്വിരാജിനെ അന്ന് ആ രാത്രി കൊച്ചിയിലേക്ക് എത്തിച്ചേരാത്ത വിധത്തിൽ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു. പൃഥ്വിരാജിന് അന്ന് രാത്രി അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം കീഴ്മേൽ മറിയുന്നതിന് അത് കാരണമാകും. അപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ ഈ പ്രവൃത്തി മൂലമാണ് അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള സൈനബയെ നഷ്ടപ്പെടുന്നു. സൈനബ മനസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ വേറൊരു നിക്കാഹിന് തയ്യാറാവുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കാണ് പൃഥ്വിരാജിന് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി എന്നുള്ള പാട്ടൊക്കെ വരുന്നത്. തിരിച്ച് ഈ റിഡംഷൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ ഇതേ പോലീസ് ഓഫീസറോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറാനുള്ള മറ്റൊരു സാഹചര്യം ഒരുങ്ങി വരുന്നു. ഈ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാഭവമണി അഭിനയിച്ചിട്ടുള്ള പോലീസ് ഓഫീസറുടെ മകൾ ചെറിയൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിൽ ഇതേ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. അപ്പം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഇദ്ദേഹമാണ്, പൃഥ്വിരാജാണ്, രവി തരകനാണ്. രവി തരകൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ എത്തിക്സിൻ്റെ ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ള വയലേഷനാണ്. കാരണം രോഗിക്ക് ദോഷകരമാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. എന്ന് മാത്രമല്ല, ബെനിഫിസൻസ്, രോഗിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്യൂട്ടിയെ അദ്ദേഹം ഇൻറ്റൻഷനലി വയലേറ്റ് ചെയ്യാണ് ചെയ്തത്. നമുക്ക് ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്നുള്ള വാക്കൊക്കെ ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഈ കുട്ടിക്ക് ഏതു സമയവും അപകടം സംഭവിക്കാം. കുട്ടിയുടെ അച്ഛനായിട്ടുള്ള പോലീസ് ഓഫീസർ കരഞ്ഞ് കാല് പിടിച്ച് ഈ ഡോക്ടറോട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഒരു ഇഞ്ച് പോലും തൻ്റെ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ സാമുവൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു സേവിയറെ പോലെ അദ്ദേഹം വരുന്നു. പിന്നീട് ഈ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ഡോക്ടർ രവി തരകൻ്റെ മനസാക്ഷിക്ക് വലിയ പ്രശ്നങ്ങൾ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എത്തിക്സിൽ പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ക്രൈസിസ് ഓഫ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു അവെയർനെസ്സാണ് മനസാക്ഷി, അല്ലേ? ശരി ഏത് തെറ്റേതെന്നൊക്കെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്ന്. അപ്പോൾ ഈ മനസാക്ഷി അദ്ദേഹത്തോട് നിരന്തരം താൻ ചെയ്തത് തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയിൽ വളരെ വൈകാരികമായിട്ടുള്ളൊരു മൊമെൻറ്റ് നമ്മൾ കാണുന്നത്. താൻ മൂലം ചികിത്സ നിഷേധിക്കപ്പെടുമായിരുന്ന ആ ഒരു പെൺകുട്ടീനെ കാണാനായിട്ട് പൃഥ്വിരാജിൻ്റെ ഈ യുവ ഡോക്ടർ ചെല്ലുന്നു. അദ്ദേഹം ആ പെൺകുട്ടിയുടെ കാലിലൊക്കെ നിറകണ്ണുകളോടുകൂടി തൊട്ട് ഒരു മാപ്പൊക്കെ പറഞ്ഞ് ഒരു മിഠായി പൊതിയോ മറ്റോ കൊടുക്കുന്ന രംഗം ആ സിനിമയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു മൊമെൻ്റാണ്. മേ ബി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, ഈ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറിന് ക്രൈസിസ് ഓഫ് കോൺഷ്യൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് തുടർന്നിട്ട് ആകാം അദ്ദേഹം ഇങ്ങനെ ഒരു സോറി പറച്ചിലിന് തയ്യാറാവുന്നത്. അത് ശരിക്കും മനസ്സ് നിറഞ്ഞിട്ടുള്ളൊരു മാറ്റമാണ്. അദ്ദേഹം പിന്നീട് തൻ്റെ ഡോക്ടർ സാമുവലിനെ കാണുന്നു. പക്ഷേ പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കാണിച്ചു എന്നുള്ളൊരു പരാതിയുടെ പുറത്ത് ഈ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള കലാഭവൻ മണിച്ചേട്ടൻ പരാതി കൊടുക്കുന്നു. ഈ ഡോക്ടറിനെതിരെ ഒരു ഇൻക്വയറി കമ്മിറ്റി വരുന്നു. ഈ കമ്മിറ്റി പൃഥ്വിരാജ് ചെയ്തത് ശരിവെക്കുകയാണെങ്കിൽ, അത് കണ്ടെത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ലൈസൻസ് തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയാണ്. ഈ കമ്മിറ്റിയുടെ മുമ്പാകെ രവി തരകൻ ചെല്ലുന്നു. അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അദ്ദേഹം ഇങ്ങനെ താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് അവരുടെ മുമ്പിലിരിക്കുന്നത്. ആ സമയത്താണ് സിനിമയിൽ ഒരു സേവിയറെ പോലെ, രക്ഷകനെ പോലെ ഡോക്ടർ സാമുവൽ വരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൻ്റെ ജൂനിയറായിട്ടുള്ള ഇൻറ്റേണായിട്ടുള്ള ഈ വ്യക്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടില്ല എന്നും ആ പെൺകുട്ടിയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ ഹോസ്പിറ്റൽ ടേക്കപ്പ് ചെയ്തുവെന്നും പറയുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൃഥ്വിരാജിൻ്റെ ജീവിതത്തെ, ഡോക്ടർ രവി തരകൻ്റെ മെഡിക്കൽ പ്രൊഫഷനെ രക്ഷിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ സിനാരിയോനെ എത്തിക്കൽ പെർസ്പെക്റ്റീവിലൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന്, ഡോക്ടർ സാമുവൽ ഇവിടെ ഓണസ്റ്റ് ആയിട്ടല്ല പെരുമാറിയത്. കാരണം അദ്ദേഹം സത്യസന്ധമായിട്ട് പെരുമാറുകയാണെങ്കിൽ തൻ്റെ ഇൻറ്റേൺ ചെയ്തിരുന്ന ആ ഒരു തെറ്റിനെ അദ്ദേഹം മറച്ചു പിടിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്തിക്സിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കൺസിസ്റ്റൻസി ബിറ്റ്വീൻ യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നു, നിങ്ങൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഡോക്ടർ സാമുവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നുണയാണ് പറയുന്നത്. പക്ഷേ ഈ നുണയിലൂടെ എന്ത് സംഭവിക്കുന്നു, പൃഥ്വിരാജ് എന്നുള്ള ഈ ഡോക്ടർ രവി തരകൻ്റെ സോളിന് ഒരു റിഡംഷൻ സംഭവിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഈ വ്യക്തി ആകെ മാറുകയാണ്. ഒരു പക്ഷേ താൻ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ തൻ്റെ ഇൻറ്റേൺ ആയിട്ടുള്ള ഈ യുവ ഡോക്ടറുടെ ജീവിതം മാറി മറിയുമെന്ന് ഈ എക്സ്പേർട്ടായിട്ടുള്ള സീനിയറായിട്ടുള്ള ഡോക്ടർ സാമുവൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഡിലമ്മ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഡിലമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ധർമ്മസങ്കടം അല്ലെങ്കിൽ മോറൽ കൺഫ്യൂഷൻ എന്നാണ്. നമ്മുടെ മുമ്പിൽ രണ്ട് ഒരേപോലെയുള്ള ഓപ്ഷൻസ് വരുന്നു. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള ആ ഒരു ധർമ്മസങ്കടത്തെയാണ് നമ്മൾ ഡിലമ്മ എന്ന് വിളിക്കുന്നത്. ഈ ഡോക്ടർ സാമുവൽ അങ്ങനെ ഒരു ഡിലമ്മ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു വശത്ത് എന്താണ്, താൻ സത്യം പറയണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം സത്യം പറയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിയുടെ മുമ്പിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്ടറുടെ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർ സാമുവൽ എന്ത് ചെയ്യുന്നു, ഒരു നുണയിലൂടെ എന്ത് ചെയ്യുന്നു, ഈ രവി തരകൻ്റെ മെഡിക്കൽ കരിയറിനെ രക്ഷിച്ചെടുക്കുന്നു. എത്തിക്സിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് മീൻസ് ആൻഡ് എൻഡ്. മീൻ എന്ന് പറഞ്ഞാൽ മാർഗം, എൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. പൊതുവെ നമ്മൾ ഈ മാർഗവും ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് കോൺസെപ്റ്റ്സാണ് പറയുക. ദ വൺ ഈസ് എൻഡ് ജസ്റ്റിഫൈസ് മീൻ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, അത് പിന്നീട് ഓക്കെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ആസ് ദ മീൻ സോ ദ എൻഡ്. മാർഗവും ലക്ഷ്യവും സംശുദ്ധമായിരിക്കണം. ഗാന്ധിജിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. നല്ല മാർഗത്തിലൂടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പോൾ ഡോക്ടർ രവി തരകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാകെ മാറി മറിയുന്നു. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലും ആപ്റ്റിറ്റ്യൂഡിലും മാറ്റം വരുന്നു. ഈ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും UPSC എത്തിക്സ് പേപ്പറിലെ ഏറ്റവും കോറായിട്ടുള്ള സബ്ജക്റ്റാണ്. ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനോഭാവം എന്നാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനോടെങ്കിലുമുള്ള നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ. രവി തരകൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഒന്നും കൂടി മെച്ചപ്പെടുന്നതിന് വേണ്ടി, തൻ്റെ ഒരു മെഡിക്കൽ എക്സ്പെർട്ടീസ്, ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള തൻ്റെ ടാലൻ്റൊക്കെ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം വിദേശ പഠനത്തിന് വേണ്ടി ലണ്ടനിലോ മറ്റോ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇന്ന് സിനിമയുടെ തുടക്കത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള പേര് കേട്ട എത്തിക്കലി കറക്റ്റായിട്ടുള്ള ഡോക്ടർ രവി തരകൻ എന്നുള്ളൊരു ഫേമസ് ഡോക്ടറായിട്ട് മാറുന്നതാണ്.
അപ്പോൾ ഈ ഒരു വളർച്ചയിൽ ഡോക്ടർ സാമുവൽ വഹിച്ചിട്ടുള്ള പങ്ക് ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ വാല്യൂ കൾട്ടിവേഷൻ എന്നുള്ളൊരു ആശയവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാം. അപ്പോൾ ഈ നല്ല ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള അപ്രേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് മാറാനുള്ള വാല്യൂസ് എല്ലാം രവി തരകനിലേക്ക് എത്തിച്ചേരുന്നത് തൻ്റെ മെൻറ്ററായിട്ടുള്ള ഡോക്ടർ സാമുവൽ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ഉത്തരം പറയാതെ വിട്ടിരുന്നൊരു ചോദ്യമുണ്ട്. ഒരു പെൺകുട്ടി സർജറിയിൽ കൊല്ലപ്പെടുന്നു, രവി തരകൻ മിസ്സിംഗ് ആവുന്നു. ആ സർജറിയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ രവി തരകൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തുവോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഡോക്ടർ രവി തരകൻ ശരിക്കും ഈ കുട്ടിയുടെ പാരൻസിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ കുട്ടിയുടെ പിതാവ് ഈ ഓപ്പറേഷന് കൺസെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ പൃഥ്വിരാജിനെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അമ്മയുടെ വാക്കാലുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് പൃഥ്വിരാജ് സർജറിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മെഡിക്കൽ എത്തിക്സ് അദ്ദേഹം വയലേറ്റ് ചെയ്തിട്ടില്ല. കാരണം മെഡിക്കൽ എത്തിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ ബെനിഫിസൻസ് എന്നുള്ളൊരു ഐഡിയ ആണ്. എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുതന്നെയാണ് ഡോക്ടർ രവി തരകൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ഒബ്ജക്റ്റിവിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഫൗണ്ടേഷണൽ വാല്യൂ ഉണ്ട്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം വസ്തുനിഷ്ഠത എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ വസ്തുനിഷ്ഠമായിട്ട്, റൂൾ ബേസ്ഡ് ആയിട്ട്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും ലോസും റെഗുലേഷൻസ് എല്ലാം പാലിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി. ഇവിടെ അദ്ദേഹം ഒരു കൺസെൻറ്റ് എഴുതി വാങ്ങിയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. എന്തു തന്നെയായാലും ഈ അമ്മയുടെ ഈ ഒരു വാദത്തോടു കൂടി, അമ്മ ഒരു ചാനലിൽ വന്നിരുന്നിട്ടൊക്കെയാണ് ഇത് പറയുന്നത്, അതോടുകൂടി ആ ഒരു സിനിമയുടെ നെറേറ്റീവ് ആകെ മാറുകയാണ്. അതുവരെ പൊതുസമൂഹം വില്ലനെന്നും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കാണിച്ചിട്ടുള്ള ഒരു മോശം ഡോക്ടറെന്നും വിധി എഴുതിയിരുന്ന രവി തരകൻ അങ്ങനെ ആയിരുന്നില്ല എന്നും അദ്ദേഹം ആ കുട്ടിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്നും പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നു. എന്ന് മാത്രമല്ല ഇദ്ദേഹം ഒരു ഹീറോ ആണ് എന്നുള്ള രീതിയിൽ സിനിമ സ്ഥാപിച്ചെടുക്കുന്നു. ആ സമയത്താണ് രവി തരകനെ കാണാനായിട്ട് ഈ ഡോക്ടർ സാമുവലിൻ്റെ മകൻ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഇൻസിഡൻറ്റിന് ശേഷം ഈ ഡോക്ടർ സാമുവൽ മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് രവി തരകൻ മൂന്നാറിലോട്ട് വന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നില്ല, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മെൻറ്ററെ കാണാനായിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം സംഭവിച്ചിട്ടുള്ള ആ സെമിത്തേരിയൊക്കെയുള്ള സ്ഥലത്തിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്ന സമയത്ത് ഇതേ ഡോക്ടറുടെ ഒരു മകൻ സിനിമയുടെ മധ്യഭാഗത്ത് ഈ മകൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു ദൂർത്തൊക്കെ അടിക്കുന്ന, അച്ഛന് പറഞ്ഞാലൊന്നും കേൾക്കാത്ത വഴക്കാളിയായിട്ടുള്ളൊരു മകനായിട്ടാണ് ശ്രീനാഥ് ഭാസി അഭിനയിച്ചിട്ടുള്ളൊരു ക്യാരക്ടറിനെ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഡോക്ടർ സാമുവലിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തെ പിന്നീട് നമ്മൾ അച്ഛന് മരിച്ച ആ ഒരു ഇൻസിഡൻറ്റിൽ പൃഥ്വിരാജ് ഇരിക്കുന്ന വേളയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം കുറേ കൂടി മെച്ചപ്പെട്ട, കുറേ കൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വിചാരിക്കാം, ആ ഒരു മകൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു സ്പോയിൽഡ് ബ്രാറ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മകനിൽ നിന്ന് കുറേ കൂടി ഒരു നല്ല മനുഷ്യരിലേക്ക് ഡോക്ടർ സാമുവലിൻ്റെ മകനും മാറുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാറിൻ്റെ ആ മനോഹരമായുള്ള തണുപ്പുള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു സിമൻറ്റ് ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തുതന്നെയായാലും മെഡിക്കൽ എത്തിക്സിൻ്റെ പല തലങ്ങളെ മാത്രമല്ല മനുഷ്യഹൃദയത്തിൻ്റെ പല സങ്കീർണതകളെയും വൈകാരികമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു മികച്ച ചലച്ചിത്ര അനുഭവമാണ് അയാളും ഞാനും തമ്മിൽ.